ലാലേട്ടൻ ഓൺ ദ ഫയർ മലയാളം ബിഗ് ബോസ് 7ൻ്റെ പുതിയ പ്രമോ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത പ്രമോയാണ് കേട്ടോ. അങ്ങനെ ലാലേട്ടൻ ഈ മലയാളം ബിഗ് ബോസിലെ പുതിയ മത്സരാർത്ഥികളെല്ലാം ഏതോ ഒരു റോക്കറ്റ് കയറ്റി ഏതോ ഒരു ഗ്രഹത്തിലേക്ക് വിട്ടതുകൊണ്ടാണ് എനിക്ക് ആ പ്രമോ കണ്ടപ്പോൾ തോന്നിയത്. ആദിലയും നൂറയൊക്കെ തെക്കോട്ടും വടക്കോട്ടും ഓടുവാണോ എന്ത് ചെയ്യണമെന്നറിയാതെ അവരവിടെ നിൽക്കുകയാണ്. ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്ത് നാണം കെട്ട ആക്റ്റാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കാര്യം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. മറ്റേ ആ ജിസേലും മറ്റേ നമ്മുടെ ആര്യനും കൂടി കിസ്സടിച്ചെന്നൊക്കെ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടി പുതപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന അവരാണല്ലോ. അതിനെയൊക്കെയാണ് ലാലേട്ടൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു അത്യാവശ്യമായുള്ള കേസ് തന്നെയായിരുന്നു. മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ചിലപ്പം ഇതേപോലൊരു പ്രമോയും ഇതേപോലൊരു എപ്പിസോഡും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഇത് തന്നെയായിരിക്കും ഇത് ആദ്യത്തെ എപ്പിസോഡ്. എന്തായാലും ലാലേട്ടൻ്റെ തനി സ്വഭാവം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാത്തിനും നല്ല കട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിനെ നന്നാക്കണ്ട എന്നൊക്കെ അനുമോളോട് ലാലേട്ടൻ പറയുന്നുണ്ട്. ആര്യനെയും അനുവിനെയും ആദിലയും നൂറയും മാത്രമല്ല, അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഏകദേശം എല്ലാവരെയും ലാലേട്ടൻ നോക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ്, ഏകദേശം നല്ലൊരു എപ്പിസോഡായി തന്നെ മാറാനാണ് സാധ്യത. ലാലേട്ടൻ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ പ്രതികരിച്ചിരിക്കുന്നു, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു. എന്തായാലും പ്രമോയിൽ കണ്ടതനുസരിച്ചാണെങ്കിൽ മത്സരാർത്ഥികൾക്കൊക്കെ നല്ല രീതിയിൽ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും റോക്കറ്റ് കയറി ഈ എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഗ്രഹത്തിലേക്ക് പോകും. മിക്കവാറും അടുത്ത എപ്പിസോഡോ അല്ലെങ്കിൽ 2 എപ്പിസോഡൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇവർ ലാൻഡ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അത്രയ്ക്ക് ഫയറാണ് ലാലേട്ടൻ അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അനീഷൊക്കെ അവിടെ കൂളായിരിക്കാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. അനീഷിനൊന്നും റോക്കറ്റ് കയറ്റി വിടേണ്ട കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. എന്തായാലും ഈ എപ്പിസോഡ് വളരെ പൊളിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. ഓക്കെ, വീണ്ടും കാണാം.